കർദിനാൾ മാർ കൂവക്കാടിനെ പോലെ അദ്ദേഹവും ഇടവക വൈദികനായിട്ടൊന്നും അല്ല പിന്നെ ബിഷപ്പായിട്ടൊന്നും സേവനം അനുഷ്ഠിച്ചിട്ടല്ല പിന്നെ കർദിനാളാവുന്നത്. അപ്പോൾ അവർക്കൊരു പ്രൊമോഷൻ പോലെയാണ്. എന്ന് മാത്രമല്ല ഈ നയതന്ത്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഇവർ പലരുടെയും ആത്മീയതയെപ്പറ്റി പോലും എനിക്ക് സന്ദേഹമുണ്ട്. ഇവിടെ പിന്നെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ അവിടെ ഒരു ഹോളി സീയുടെ ഒരു പിന്നെ എംബസി ഉണ്ട്. അപ്പോൾ അത് അവിടെ 1-2 തവണ പോയിട്ടുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെ കാണാനായിട്ട്. അവിടെ ചെല്ലുമ്പോൾ അവർ ആദ്യമേ ഓഫർ ചെയ്യുന്നത് ഉച്ച സമയത്ത് ചെല്ലുകയാണെങ്കിൽ എന്ത് വേണം, വിസ്കി വേണം, ബ്രാൻഡി വേണോ എന്നാണ് ചോദിക്കുന്നത്. വാസ്തവം പറയാൻ നമ്മുടെ ജോലിക്കിടയിൽ മദ്യപിക്കാനോ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നമ്മൾ താല്പര്യം കാണിക്കാറുമില്ല. അപ്പോൾ അത് അങ്ങനെ ആ രീതിയിലാണ് അവരുടെ ആത്മീയത എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ഇതുപോലെ വേറൊരു വിഭാഗം ജോലി കുറവുള്ള കൂട്ടർ ഈ നമ്മുടെ കോൺസുലേറ്റുകളിലും ഒക്കെ ഉള്ളവരാണ്. അവരും ഉച്ച സമയത്ത് ചെല്ലുമ്പം വേണമെങ്കിൽ ചോദിക്കും മദ്യം വേണോ, ഏത് വേണം, വിസ്കി വേണോ, ബ്രാൻഡി വേണോ എന്ന്. ഏതായാലും നമുക്ക് ജോലിയോടുള്ള താല്പര്യമുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കും താല്പര്യം കാണില്ല. എന്തായാലും ഈ പരോളിൻ്റെ സാധ്യത അപ്പോൾ ആ ഒരു കാരണത്താൽ വളരെ കുറവാണെന്ന് കരുതുന്നു. നേരെ മറിച്ച് മാറ്റിയോ സുപ്പി എന്ന് പറഞ്ഞ മറ്റൊരു കർദിനാൾ, അദ്ദേഹത്തിന് സാധ്യത ഏറെ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് പക്ഷേ 69 വയസ്സേ ഉള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 69 വയസ്സെന്ന് പറഞ്ഞാൽ 70, ഒരു 10-25 വർഷം കൂടെ പിന്നെ സ്ഥാനത്തിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കിയിട്ടാണ് പിന്നെ എന്തായാലും തീരുമാനം വരുന്നത്. ഏഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നോ ഒരു പോപ്പ് വരാനുള്ള സാധ്യത നമ്മളിപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ വന്നതുകൊണ്ട് സഭയിൽ വലിയ പ്രശ്നങ്ങളോ പൊട്ടിത്തെറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അന്തഛിദ്രമോ കലഹമോ ഒന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം ഈ പോപ്പിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് പിന്നെ കർദിനാൾമാരല്ല, അത് ദൈവനിശ്ചയപ്രകാരം പിന്നെ പരിശുദ്ധാത്മാവാണ് അത് നിയോഗിക്കുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവാരെ ആർക്ക് നിയോഗം കൊടുത്തോ അവരെ പിന്നെ തിരഞ്ഞെടുക്കുന്നു, അവരെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി.